ഒരു പക്ഷേ എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മറ്റൊരാളുടെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ലെങ്തി വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എങ്ങോട്ടേക്കാണ് എവിടേക്കാന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടില്ല എങ്കിൽ ആ ലെങ്തി വീഡിയോ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സന്തോഷമാവും ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. കൊല്ലം പാരിപ്പള്ളിയിലേക്കാണ് പോകുന്നത്. പാരിപ്പള്ളി എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവാം. എന്നാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മുടെ ഓട്ടോഗ്രാഫിൽ ഞങ്ങൾ 5 പേരായിരുന്നു. അതിലൊരാൾ മരണപ്പെട്ടു, നമ്മുടെ ശരത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ശരത്തിൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷമാവുന്നുണ്ട്. അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്കിൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും പോയേക്കാമെന്ന് കരുതി. അധികം ഞാൻ ശരത്തിൻ്റെ വീട്ടിൽ പോകാറില്ല കേട്ടോ. ശരത്ത് മരിച്ചതിന് ശേഷം ഒരു പ്രാവശ്യമാണ് പോയത്. പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ ഇതുവരെയും മനസ്സ് വന്നിട്ടില്ല. ആൻറ്റിയുടെ മരണം വളരെ വൈകിയാണ് അറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് പോയതും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് പോകണമെന്ന് തോന്നി. നിങ്ങളെ ശരത്തിൻ്റെ ഫാമിലിയും ശരത്തിനെയൊക്കെ ഒന്നുകൂടെ കാണിച്ച് തരണമെന്ന് തോന്നി. അങ്ങനെയാണ് വന്നത് കേട്ടോ. ശരത്തിന് ഏറെ പ്രിയപ്പെട്ട അമ്പലമാണ് ശരത്തിനും ശരത്തിൻ്റെ അമ്മയ്ക്കും ഒക്കെ. ഇതാണ് ശരത്തിൻ്റെ വീട്. എവിടെ നോക്കിയാലും ശരത്തിൻ്റെ ഫോട്ടോയും ശരത്തിൻ്റെ അമ്മയുടെ ഫോട്ടോയാണ്. കയറുമ്പോൾ തന്നെ ഭയങ്കര വിങ്ങലാണ്. മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് ഈ വീഡിയോ ചെയ്യുമ്പോഴും. അതെ, ഇനി ശരത്തിൻ്റെ അച്ഛനെയും സഹോദരൻ്റെ ഭാര്യയും കുഞ്ഞിനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ ശരത്തിൻ്റെ അച്ഛൻ ശശിയങ്കിള്. അപ്പോഴങ്കിള് എങ്ങനെയാണോ കണ്ടിട്ട് നമ്മളോടുള്ള പെരുമാറ്റം, ആ പെരുമാറ്റം തന്നെയാണ് ഇപ്പോഴും അങ്കിളിനുള്ളത് കേട്ടോ. ഒരു മാറ്റവും അതിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റിയത്. ഞങ്ങളെല്ലാവരുമായിട്ടും ഇപ്പോഴും ഒരു കോൺടാക്റ്റ് ഉണ്ട്. രഞ്ജിത്തായിട്ടും സോണിയായിട്ടും അംബരീഷായിട്ടും എല്ലായിട്ടും. പക്ഷേ എല്ലാവരും പല സ്ഥലങ്ങളിലാണ്. ഇതാണ് നമ്മുടെ ശരത്തുറങ്ങുന്ന മണ്ണ്. ആ വലിയ തെങ്ങ് നിൽക്കുന്നതാണ് ശരത്തുറങ്ങുന്ന മണ്ണ്. അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ അമ്മയും ഉണ്ട് കേട്ടോ. ആൻറ്റിയും ശരത്തും അമ്മയും മോനും ഒരിടത്ത് തന്നെ ഉറങ്ങുക കേട്ടോ. അപ്പോൾ ഇത്രയും എനിക്ക് നിങ്ങളിൽ കാണിച്ചു തരാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇത് ശരത്തിൻ്റെ ബ്രദറാണ് ശ്രീകുമാർ, ശ്രീകുട്ടൻ എന്ന് വിളിക്കും. ശരത്തിൻ്റെ ബ്രദറിൻ്റെ മകളാണ് ശിവത. നല്ല സ്മാർട്ട് ഗേൾ കേട്ടോ. എവിടേക്കോ എനിക്ക് ശരത്തിൻ്റെ ഒരു സിമിലാരിറ്റി ആ കുട്ടിയിൽ ഫീൽ ചെയ്തു. എന്തായാലും എനിക്ക് അധികം ഒന്നും പറയാൻ തോന്നുന്നില്ല. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അവിടെ ഇരുന്നിട്ടായാലും നമുക്കവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ. ശരത്തിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒരു രീതിയിലല്ല, എന്തോ ഒരു നമുക്ക് ഒരു പറയാൻ പറ്റില്ല. അവസാനം ശരത്തും ഫാമിലിയായിട്ടൊക്കെ നിന്ന് ഒരു ഫോട്ടോ എല്ലാം എടുത്ത ശേഷം പതിയെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നേരെ വീട്ടിൽ വന്നപ്പോൾ അനിയത്തിയെ കാണാനായിട്ട് വേദയുടെ ഫ്രണ്ട് വേദികയും ഫാമിലിയും വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ഒരു കുഞ്ഞു ട്രീറ്റ് എല്ലാം കൊടുത്തു. ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ശരത്തിൻ്റെ ഫാമിലിയും മറ്റുമൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ഇനി ശരത്തിൻ്റെ വീട്ടിലേക്ക് ഒരു പോക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങോട്ടേക്ക് പോകാൻ മനസ്സ് തോന്നത്തില്ല. അതുകൊണ്ടാണ്. എന്തായാലും എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ശരത്തിനെയും ഫാമിലിയും കാണാൻ പറ്റി എന്നറിയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. അത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം, എൻ്റെ വീഡിയോയിലൂടെ അവരെ കാണിക്കുക.